ഹായ് ഓൾ. നിങ്ങളിൽ പലരും മുന്നേ നമ്മളൊരു സീനിയർ സെക്ഷൻ എഞ്ചിനീയറിന്റെ റിക്രൂട്ട്മെന്റ് ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി നമ്മൾ കുറെ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അതിലൊക്കെ നിങ്ങളിൽ പലരും ഉന്നയിച്ച ഒരു കാര്യമാണ് റെയിൽവേക്ക് അവിടെ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി റിക്രൂട്ട്മെന്റ് നടത്തുക എന്നുള്ളത് അല്ല. നിങ്ങളിൽ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അപ്പോഴൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് ഓരോരോ ഡോക്യുമെന്റിനെ ബേസ് ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് കഴിഞ്ഞ വീഡിയോസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടാവും. എല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡോക്യുമെന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തേക്കുന്നത്. അപ്പൊ നിങ്ങൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു റെയിൽവേക്ക് അവിടെ റിക്രൂട്ട്മെന്റ് ബോർഡ് ഉണ്ട്, അപ്പൊ എങ്ങനെയാണ് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ SSC വഴി കണ്ടക്ട് ചെയ്യാന്നുള്ള കാര്യം. അപ്പൊ അവിടെ നമുക്ക് അവിടെ SSCയുടെ ഒരു അപ്ഡേറ്റ് ഇനിയും വന്നില്ല എന്നുണ്ടെങ്കിലും അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് വരാം. പക്ഷെ എന്താ, യൂണിയൻ മിനിസ്റ്റർ അശ്വിനി വൈഷ്ണവ് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, അതായത് RPF റിക്രൂട്ട്മെന്റ് ടു ബി കണ്ടക്ടഡ് ബൈ SSC ആനുവലി. അപ്പൊ ഈ SSC കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളും അതെങ്ങനെ നമ്മൾ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിന്റെ റിക്രൂട്ട്മെന്റ് വരുമ്പോൾ ഭാവിയിൽ വരുമ്പോൾ അതെങ്ങനെ എഫക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളും നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ RPF എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കോൺസ്റ്റബിളും ഉണ്ടാവും, അതേപോലെ SI ഉണ്ടാവും. ഈ രണ്ട് റിക്രൂട്ട്മെന്റ് ആണ് ഉള്ളത്. ഇത് ഇപ്പോഴും എന്താ, റെയിൽവേ RRB തന്നെയാണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എല്ലാം RRB തന്നെയായിരുന്നു കണ്ടക്ട് ചെയ്യുന്നത്, കോൺസ്റ്റബിളും SIയും. ഇനി തൊട്ട് എന്ത് ചെയ്യും, അത് SSC ആയിരിക്കും ആനുവലി കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക എന്നുള്ള രീതിയിൽ മിനിസ്റ്റർ അവിടെ അനൗൺസ് ചെയ്തു. അപ്പം അങ്ങനെ വരുമ്പോ ഈ SSC കണ്ടക്ട് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നം, അല്ലെങ്കിൽ SSC കണ്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, സിലബസിന്റെ കേസിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഇംഗ്ലീഷ് എക്സ്ട്രാ ഉണ്ടാവും എന്തായാലും. ഓക്കെ, ഇംഗ്ലീഷ് അവിടെ എക്സ്ട്രാ ഉണ്ടാവും അവരുടെ സിലബസിൽ. ഇതുവരെയുള്ളതൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് അവിടെ എക്സ്ട്രാ ഉണ്ടാവും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ അലോട്ട്മെന്റ് ഇപ്പോഴെന്താണ്, ഇപ്പം RRB ഇപ്പം നടത്തുമ്പോൾ ചെന്നൈ, ട്രിവാൻഡ്രം, മുംബൈ, ബാംഗ്ലൂർ അങ്ങനെയാണ് നടത്തുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്താ, അതിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോസ്റ്റിംഗ് കിട്ടാം. നേരെ മറിച്ച് SSC ആകുമ്പോഴെന്താ, നിങ്ങൾക്ക് അവിടെ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും കിട്ടാം, ഡിപ്പെൻസ് ഓൺ വേക്കൻസീസ്. അതിപ്പോ നമുക്കിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ KKR റീജിയൻ, അതേപോലെ സെൻട്രൽ റീജിയൻ, നോർത്തേൺ റീജിയൻ, ECR, അങ്ങനെ പല പല റീജിയനും ഉണ്ട്. നമ്മൾ കേരളം, കർണാടക ഒക്കെ വരുന്നത് എന്താ, നമ്മുടെ KKR റീജിയനിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതില് നമ്മളിപ്പം പറഞ്ഞു, ഇപ്പം SSC വഴിയാകുമ്പോൾ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും വേക്കൻസീസ് വേണമെങ്കിൽ കിട്ടാം. പക്ഷെ അത് കേരളത്തിലും കിട്ടാം. എങ്ങനെ കിട്ടാം, നമ്മളിപ്പം CGL ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അവിടെ ഒരു പ്രിഫറൻസ് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് നിങ്ങളിപ്പോ അവിടെ എല്ലാം ഫൈനൽ സെലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവിടെ പോസ്റ്റ് പ്രിഫറൻസും റീജിയൻ ഒക്കെ നമുക്ക് അവിടെ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം CGL ഒക്കെ കേസിൽ കേരളത്തിലെ വേക്കൻസീസ് ഉള്ളതുകൊണ്ട് കേരളത്തിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പം CHSL ആണെങ്കിലും FTS ആണെങ്കിലും ഈവൻ JEE ഒക്കെ കേസിൽ ഇപ്പം കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. KKR റീജിയനിൽ തന്നെ നമ്മൾ എന്താ, JEE ക്ലിയർ ആയി കഴിഞ്ഞാൽ KKR റീജിയനിൽ തന്നെ കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സബ്ജക്ട് ടു കറക്ഷൻ. ഓക്കെ, അപ്പൊ അങ്ങനെയാകുമ്പോൾ SSC വഴി അലോട്ട്മെന്റ് നടത്തുമ്പോൾ ഇങ്ങനെ ഒരു ഫീസിബിലിറ്റി ആണ് ഉള്ളത്. കാരണം വെച്ചാൽ അതിന് ഇപ്പം SSCയുടെ കലണ്ടർ, ഇനിയിപ്പോ അടുത്ത വർഷത്തെ SSCയുടെ കലണ്ടർ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലെന്താ നമ്മൾ ഇതേപോലെ ഈ ഇപ്പം RPF ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എന്താ ഇൻക്ലൂഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതൊക്കെ എന്താ, ഡോക്യുമെന്റിലുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇപ്പൊ RPF SSC വഴി കണ്ടക്ട് ചെയ്യുന്ന എല്ലാവരും ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ വേണമെന്നുണ്ടെങ്കിൽ സീനിയർ സെക്ഷൻ എഞ്ചിനീയറും അതേപോലെ എന്താ അനൗൺസ് ചെയ്യാം. അത് ഓൾറെഡി ഡോക്യുമെന്റ് ഉള്ളതാണ്. നമ്മൾ ഡോക്യുമെന്റ് വേണമെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ വീഡിയോ വേണമെങ്കിൽ നമുക്ക് അത് ആഡ് ആക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് വരുന്ന ചേഞ്ചസ്. മുന്നേ വെച്ചാൽ നമ്മൾ RRB ആകുമ്പോൾ എന്താ, ഓരോരോ ട്രിവാൻഡ്രം, ചെന്നൈ, മുംബൈ ഇതിന്റെ രീതിയിലാണ്. പക്ഷെ SSCയുടെ കേസിൽ അങ്ങനെയില്ല, ഓവറോൾ ആയിട്ടാണ് വരുന്നത്. ഇപ്പം RPFയുടെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോഴും ആ ഒരു രീതിയിലേക്കായിരിക്കും റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് നടത്തുന്നുണ്ടാവുക. പിന്നെ ഒരു എന്താ വെച്ചാൽ എക്സാം കണ്ടക്ടിങ് ഏജൻസി നിങ്ങൾക്ക് ഇപ്പൊ അറിയുന്നുണ്ടാവും. SSCയുടെ കേസിൽ ഈ എഡ്യൂക്കിറ്റി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു വെണ്ടറാണ് ഈ ഒരു എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. എന്നൊരു ഏജൻസിയാണ് നമ്മളുടെ SSCയുടെ എക്സാംസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അത് അവരെ ഏറ്റവും ആദ്യം തന്നെ ആയതുകൊണ്ട് ഏറ്റവും ആദ്യമൊക്കെ പല രീതിയിലുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു. SSC CGL ഒക്കെ പല രീതിയിലുള്ള ഇഷ്യൂസും ഉണ്ടായിരുന്നു. ഇപ്പോഴവരത് കറക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ അങ്ങനെയാകുമ്പോ നമ്മളുടെ എക്സാം പാറ്റേൺ എന്താ, ചിലപ്പോ ചേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. മുന്നേ ആരായിരുന്നു കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, TCS ആയിരുന്നു മുന്നേ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. മുന്നേ ഒക്കെ നമ്മുടെ SSC ആണെങ്കിലും RRB ആണെങ്കിലും TCS ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ RRB തന്നെയാണ് ഇപ്പോഴും എന്ത് ചെയ്തേക്കുന്നത്, TCS തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, RRB ഇപ്പോഴും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ SSC എക്സാം കണ്ടക്ട് ചെയ്യുന്ന എഡ്യൂക്കിറ്റി എന്ന് പറയുന്ന ഏജൻസിയാണ്.
അപ്പൊ അവിടെ ആകുമ്പോൾ സിലബസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇപ്പം പഴയ SSCയുടെ പഴയ സിലബസ് തന്നെയാണ് ഇപ്പോഴും സിലബസ്. RRBയുടെ ആണെങ്കിലും RRB TCS ആണല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ ഇവിടെ എക്സാം ഏജൻസി ചേഞ്ച് ആയെന്ന് മാത്രമേ ഉള്ളൂ. TCS ആയിരുന്നു മുന്നേ SSCയുടെ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പൊ എന്താ എഡ്യൂക്കേറ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എക്സാം പാറ്റേണിൽ ഒന്ന് ചേഞ്ചസ് വന്നിട്ടുണ്ട്. മുന്നേ TCSന്റെ എക്സാം പാറ്റേൺ പഠിച്ചു വന്നവർക്ക് ഈ SSCയുടെ എക്സാമിന്റെ ചെറിയ ചേഞ്ചസ് ആണ് അവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇനിയിപ്പം ആണെന്നുണ്ടെങ്കിൽ ഇന്ത്യ സീനിയർ സെക്ഷൻ എഞ്ചിനീയർ നമ്മുടെ ഡോക്യുമെന്റിൽ കണ്ടതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ തന്നെ റിക്രൂട്ട്മെന്റ് നടത്താം. അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പൊ RPF ഇങ്ങനെ പറഞ്ഞതുകൊണ്ട്, RPFന്റെ എക്സാംസ്, RPF റിക്രൂട്ട്മെന്റ് SSC കണ്ടക്ട് ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് സീനിയർ സെക്ഷൻ എഞ്ചിനീയർ എന്ത് അത് ഓൾറെഡി അവിടെ ഡോക്യുമെന്റിലൊക്കെ ഉള്ളതാണ്. അപ്പോ വേണമെങ്കിൽ എന്ത് ആ ഒരു രീതിയിലേക്ക് തന്നെ പോകാം. ഓക്കെ, എനിവേ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ചെറിയ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, താങ്ക് യു.